രാഷ്ട്രീയ പാർട്ടികളിൽ ഈ തരത്തിലുള്ള ഇൻറ്റേർണലായിട്ടുള്ള ഈ വിഭാഗീയത വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അതായത് അവർക്ക് പ്രത്യയശാസ്ത്ര കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതാകും, ഐഡിയോളജിക്കലായിട്ട് കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതാകുമ്പോഴാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയും പോകുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രീകുമാർ സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഏത് കാലത്തെയും കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തി രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു എന്ന്. ആ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പുറത്താണ് കോൺഗ്രസ്. അത് സത്യവുമാണ്. ഒരു കാലത്ത് ഇവിടെ കരുണാകരനും ആൻ്റണിയും, പിന്നീട് ഉമ്മൻചാണ്ടിയും കരുണാകരനും, അങ്ങനെ ആ ഒരു എപ്പോഴും ആ കോൺഗ്രസിൻ്റെ അകത്ത് ആ രണ്ട് ചേരികൾ തമ്മിലുള്ള തുറന്ന യുദ്ധം കോൺഗ്രസിൻ്റെ മുഖമുദ്രയാണ് ഏത് കാലത്തും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവർക്ക് അതല്ലാതെ വേറൊരു പാർട്ടി പ്രവർത്തനം, കാര്യം ഒരു ഐഡിയോളജിയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അവർക്ക് പറ്റില്ല. കാര്യം അവർക്ക് ഐഡിയോളജി ഇല്ല. CPM-ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജി ശക്തമായി അവർ ആ ഐഡിയോളജിയോട് കമ്മിറ്റ് ചെയ്ത് നിന്ന കാലത്ത് CPM-ലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും CPM-ലും ഈ വിഭാഗീയത ഉണ്ടായിരുന്നില്ല. സമ്മതിച്ചേ പറ്റുള്ളൂ. അത് അത്രമാത്രം ഹാർഡ് കോറായിട്ട് നിന്നിരുന്നു. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നത് തന്നെ പൂർണ്ണമായും ഒരു ഐഡിയോളജിയുടെ ബേസിലാണ്, അല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിപരമായ സംഘർഷങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഒരു നേതാക്കന്മാർ അതിൻ്റെ പേരിലല്ല. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ൽ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതായ ആ ഒരു ജനറേഷൻ പോയതിന് ശേഷമാണ്, അടുത്ത ജനറേഷനിലാണ് വന്നപ്പോഴാണ് CPM-ൽ ഈ പറഞ്ഞ വിഭാഗീയത തുടങ്ങുന്നത്. ഇപ്പം പിണറായി വിജയൻ, അച്യുതാനന്ദൻ, പിന്നെ ഇങ്ങനെ വന്ന് ആ രീതി വരുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐഡിയോളജിയേ ഇല്ല. മറ്റവർക്ക് ഐഡിയോളജിയുടെ കമ്മിറ്റ്മെൻറ്റ് പോവുകയും ചെയ്തു, പ്രസക്തി ഇല്ലാതായി. ഇവിടെ ഇപ്പം മാധു ചോദിച്ച ചോദ്യം കറക്റ്റാണത്. അതായത് ഒന്ന് ചെയ്യുന്നത് ഒന്നിന് വളമാകും എന്നുള്ള പറഞ്ഞതല്ലേ. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ ഈ ഫിസിക്സിൽ. ആകപ്പാടെയുള്ള എനർജി ഒന്ന് തന്നെ, ഒന്ന് മറ്റൊന്നായി മാറുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് മാതിരി തീർച്ചയായും കോൺഗ്രസിൻ്റെ ജീർണത, കോൺഗ്രസിൻ്റെ സംഘടനാ ജീർണത, തീർച്ചയായും അത് BJPക്ക് ആരാണോ കൂടുതൽ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിവുള്ളത് അവർക്കത് പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. ജനങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകാൻ കഴിയുന്നത് ആർക്കാണോ, എവിടെയാണോ അവിടെ അതാത് പാർട്ടി അവിടെ വിജയിക്കും. ഇപ്പോൾ ഇത്തവണ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നോക്കുക. ഇപ്പം ശ്രീകുമാർ സാർ ഇവിടെ പറഞ്ഞു, കേരളത്തിൽ 18 സീറ്റ് കൊടുത്ത ജനങ്ങളെ നമ്മൾ കാണാതിരുന്നുകൂടാ. കണ്ണൂരിൽ 1.5 ലക്ഷം വോട്ട് നൽകി സുധാകരനെ വിജയിപ്പിച്ച ജനങ്ങളെ കാണാതിരുന്നുകൂടാ. അതുപോലെ തന്നെ ഒന്നുകൂടി കാണാതിരുന്നുകൂടാ സാർ, 75,000 വോട്ട് നേടി സുരേഷ് ഗോപിയെ ജയിപ്പിച്ച തൃശ്ശൂരിലെ ജനങ്ങളെയും കാണാതിരുന്നുകൂടാ. അതും നമുക്ക് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ കുടുംബത്തിൻ്റെ തട്ടകമായ കേരളത്തിൽ 18 സീറ്റുകളിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് UDF ജയിച്ചപ്പോഴും അങ്ങയുടെ നാട്ടിൽ കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ കോട്ടയായിരുന്ന തൃശ്ശൂരിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത്, കരുണാകരൻ്റെ മകൻ 3-ാം സ്ഥാനത്ത് പോയതും നാം കാണാതിരുന്നുകൂടാ.